അപ്പൂപ്പനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുഴിപ്പളത്തുള്ള എന്റെ അപ്പൂപ്പനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. അപ്പൂപ്പന്റെ കാര്യം കേട്ടപ്പോഴേ മൂട് പോയി. ഞാൻ എന്റെ അപ്പൂപ്പന്റെ കഥ പറയാൻ വന്നപ്പോഴേക്കും നിനക്ക് പുച്ഛം. പണ്ട് റോഡിലിട്ട് പടവലയ്ക്ക് വിറ്റുകൊണ്ടല്ലേ പടവലം എന്നുള്ള പേര് വീണത്. റോട്ടിലിട്ട് വിറ്റാതെ ചിലപ്പോ നിന്റെ അപ്പൂപ്പനായിരിക്കും. എന്നാലും അങ്ങനെ കളിയാക്കണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ ഞങ്ങളുടെ കുടുംബത്തിന് അത്രയും വരൂല മോനെ. ഇന്ന് പോയടേ അവിടെ ഒരു ചീഞ്ഞ പടവലംകാരി വന്നു. എടാ നമ്മളിതുവരെ പലതരം ഫൈറ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇമാതിരി ഒരു ഫൈറ്റ് ലച്ചു സിദ്ധുവിനെ കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം അവിടെ പടവലത്തെ വീടും കുഴിപ്പളത്തെ വീട്, നമ്മൾ കുഴിപ്പളത്തെ വീട് ഇതുവരെ കാണിച്ചിട്ടില്ല. അവിടുത്തെ വിശേഷങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എപ്പിസോഡ് കൂടെ ഒരു വരുന്ന എപ്പിസോഡുകളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പോഴത്തെ ഫൈറ്റ് സീനായിട്ടാണ് വന്നേക്കുന്നത്. പടവലം ബസ് കുഴിപ്പളമാണ് വന്നേക്കുന്നത്. സിദ്ധുവിന് നല്ല രീതിയിൽ പൊളിയുന്നുണ്ട്. പക്ഷെ ലച്ചുരാണ് പടവലത്തെ കാര്യം പറയുമ്പോൾ പടവല റോഡ് സൈഡിലിട്ട് വിറ്റതൊക്കെ പറയുമ്പോഴാണ് ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ കിട്ടില്ല ഒരു എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. എനിക്കൊന്ന് കുഴിപ്പളത്തെ വീടിൻ്റെ ഒരുപാട് കാര്യങ്ങളും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന എപ്പിസോഡിൽ എനിക്ക് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അവിടുത്തെ വിശേഷങ്ങളല്ല, അവിടുത്തെ ക്യാരക്ടേഴ്സിനൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ തട്ടിമുട്ടിയിൽ നമ്മുടെ കവിയും അല്ലെങ്കിൽ മഞ്ജു പിള്ളയും കമലാസനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഉപ്പുമുളകിലേക്ക് കൊണ്ടുവന്നാൽ കുറച്ചും കൂടി